ഹായ്, നിങ്ങളൊരു ഹായ് പറഞ്ഞോളൂ. ഹായ്. ഇനിയിപ്പോ പറയണ്ട, ഇനി ഒന്നും പറഞ്ഞ ഹായ് പറയാം. മതി. ഹായ്. എന്ത് പൊന്നു മനുഷ്യ, ഹായ് പറയാൻ പറ്റില്ല. അല്ല, നീ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ഇനി പറയണ്ടെന്ന് പറഞ്ഞില്ല. അതായത് നിങ്ങൾ ഹായ് പറയുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഹായ് പറഞ്ഞത് അതെങ്ങനെ പറയണ്ട, ഞാൻ ഹായ് പറയുമ്പോ തന്നെ ഹായ് പറയാനോ പറഞ്ഞു നിങ്ങളോട്. അന്നേരം തന്നെ ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്, മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഹായ് ഹായ്. ഹായ്. ഓളെ പൊട്ടക്കണ്ണ തെണ്ടി മുമ്പിൽ ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. ഇപ്പൊ ഞാൻ രതീഷ് സാറാണ് വധിക്കേണ്ടത്, നിങ്ങൾ എന്നെയാണ് വധിക്കുന്നത്. തുടങ്ങാം. ജാവ പഠിക്കാനായിട്ട് ജാവല്ലെന്ന് പൈത്തനാണ് പഠിപ്പിക്കുന്നത്. ജാങ്കോ. ജാങ്കോ ജാങ്കോ പഠിപ്പിക്കാനായിട്ട് ഹായ്. ഹായ്. നമ്മള് പൈത്തൺ ജാങ്കോ വെബ് ഡെവലപ്മെന്റിന്റെ ട്യൂട്ടോറിയൽ സീരീസ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുറെ പേര് കാലങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ട്യൂട്ടോറിയലാണിത്. പക്ഷെ നമ്മള് നോഡ് ജേഴ്സ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വെബ് ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പൈത്തൺ ജാങ്കോ പൈത്തൺ വെച്ചിട്ട് വെബ് ഡെവലപ്മെന്റ് പഠിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഇന്ന് കുറെ കാലം ഞാൻ ലൈവിൽ വരുമ്പോഴൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയും വരും എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് അതിന് പറ്റിയ എക്സ്പേർട്ടിനെ കിട്ടാത്തതിന് ഒരു കുറവ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ എക്സ്പേർട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ രതീഷ് സാറാണ് നമ്മുടെ ഗസ്റ്റ്. രതീഷ് സാറും വേറെ സാറോട് വരാനുണ്ട്, അത് ഞാൻ വരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രതീഷ് സാറ് 10-12 വർഷമായിട്ട് IT ഇൻഡസ്ട്രിയിൽ താരമായിട്ട് തിളങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ. ആള് ടെക്കി ആയിട്ടും സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആയിട്ടും ഒരു എഡ്യൂക്കേഷൻ കമ്പനി നടത്തിയാണ് പല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനൊക്കെ പുറമെ എന്നെ ജാവ പഠിപ്പിച്ചത് മനുഷ്യനാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്തു. അങ്ങനെ പണ്ട് ഞാൻ കോളേജിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യണ സമയത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഒരു പ്രൊജക്ട് സെന്ററിൽ എന്താ പറയുക, ഈ രതീഷ് സാറും നമ്മുടെ രാകേഷ് സാർ എന്നാണ് വേറൊരു സാറും കൂടെ ഉണ്ട്. ഞാൻ സാറിന്ന് വിളിക്കണോ, ഇന്നിപ്പോ നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് വൈബ് ആണല്ലേ. അതെ, സാറിന്ന് വിളിക്കുന്നേ ഉള്ളൂ, അല്ലാത്ത പേടാപ്പാടാന്ന് വിളിക്കല്. അങ്ങനൊന്നല്ല. രതീഷ് സാർ ആരാന്നൊക്കെയുള്ള ഞാൻ കഥ പറഞ്ഞുതരാം. രതീഷ് സാറായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് പൈത്തണിൽ നമ്മളിപ്പോ ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസ് ഇത് ശരിക്ക് ആരുദ്ദേശിച്ചാണെന്നുള്ള ഐഡിയ കൊടുക്കുക. അതായത് ഇപ്പോൾ ഇത് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇതിന് മുന്നായിട്ട് എന്തൊക്കെ നോളജ് വേണം, അതല്ലെങ്കിൽ വേറെ ഫീൽഡിൽ നിന്ന് വരുന്ന ആൾക്ക് നമ്മൾ ഈ ട്യൂട്ടോറിയൽ സീരീസ് കണ്ടിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് സംശയം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ആർക്കൊക്കെ ശരിക്ക് ഏത് ഫീൽഡിലുള്ള ആൾക്കാരും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ കളിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാം. ബേസിക്കലി നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ജാങ്കോയാണ്. ജാങ്കോ നമ്മൾ പറയുന്നത് ഒരു പൈത്തണിൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അപ്പം ബേസിക്കായിട്ട് ഈ ഒരു എനിവേ പൈത്തൺ പഠിക്കുന്നതുകൊണ്ട് എപ്പോഴും ബെനിഫിഷ്യലാണ്, അവർക്ക് പല ഡൊമൈനിലും ബെനിഫിഷ്യലാണ്. പക്ഷേ ഏറ്റവും എന്ത് വേണമെങ്കിലും പൈത്തണിൽ ഒരു ആപ്പ് ചെയ്യാൻ പറ്റും. ഒരു പൈത്തണിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള നോളജ് ഉണ്ട് അവർക്ക്, പലതിലേക്ക് വേണം ഡിവൈറ്റ് ചെയ്യാം. പക്ഷേ ജാങ്കോ എന്ന ഫ്രെയിം വർക്ക് നമ്മൾ ടോട്ടലിൽ ഉദ്ദേശിക്കുന്നത് പൈത്തണിൽ ഒരു വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്യുക, അതായത് വെബ് ഡൊമൈൻ എടുക്കുന്ന ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫേസിലൂടെയാണ് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് ആകാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ആകുന്നുണ്ടാവും. പിന്നെ അതിനകത്ത് ആ സമയത്ത് നമ്മൾ അഷർ ചെയ്യേണ്ട അല്ല സെക്യൂരിറ്റി ലെവലോ അല്ലെ പെർഫോമൻസ് ലെവലിലോ ഒക്കെ അല്ലെങ്കിൽ ക്യാഷിങ് പോലുള്ള പല കോൺസെപ്റ്റുകളും ഉണ്ടാവാം, അല്ലെങ്കിൽ സെഷൻ മാനേജ്മെന്റ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഈവൻ പൈത്തൺ എന്നല്ല, അവർ വേറെ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമെങ്കിലും ഈ കോൺസെപ്റ്റുകൾ അവർക്ക് അറിയുക എന്നുള്ളതുണ്ടാവും. അപ്പൊ ഇതിപ്പോ പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ ചോദ്യം തന്നെ, അതായത് വേറെ ഫീൽഡിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പൊ ഇവർക്ക് വെബ് ഡെവലപ്മെന്റിന്റെ ഒരു കൺസെപ്റ്റ് ബേസിക് ഉണ്ട്. ഇപ്പൊ ഒന്നാമത്
പൈത്തൺ ബേസിക്സ് വേണ്ടി വരും. അതെ പൈത്തൺ ബേസിക്സ് ഓഫ് കോഴ്സ് അത് വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൈത്തൺ ബേസിക്സിന് ഓൾറെഡി നമ്മൾ പ്രോട്ടോടൈപ്പ് തന്നെ ഓൾറെഡി ഒരു ട്യൂട്ടോറിയൽ സീരീസ് ആഡ് ചെയ്തിട്ടുണ്ട് 10 വീഡിയോസിന്റെ. ആ ട്യൂട്ടോറിയൽ സീരീസിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കണം. ബേസിക് ആയിട്ട് പൈത്തൺ ബേസിക്സ് അതെ, അത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ ജാങ്കോ ചെയ്യുന്ന സമയത്ത് കുറേ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ കവർ ചെയ്യും. ഒന്നും കൂടെ ചിലത് കാര്യങ്ങൾ ചിലപ്പോൾ വീണ്ടും നോക്കേണ്ട വരാം. ചിലപ്പോൾ ഡെക്കറേറ്ററിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പറയും. എന്നാലും നമ്മൾ ആ ഒരു സെക്ഷൻ വാച്ച് ചെയ്യുക. അതിന് പുറമെ പിന്നെ ഒരു വാച്ച് ചെയ്യേണ്ട ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഒരു വെബ് ഡെവലപ്മെന്റ് ബേസിക് ഫ്രണ്ട് എൻഡ് ഉണ്ടല്ലോ, HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ബൂട്ട് സ്ട്രാപ്പ് വരെയുള്ള ട്യൂട്ടോറിയലുണ്ട്. വെബ് ഡിസൈനിങ് ചലഞ്ച് എന്നുള്ള പേരിലാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡ് എന്താണ്, ഒരു വെബ് ഡെവലപ്മെന്റ് ഫ്രണ്ട് എൻഡ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു 10 വീഡിയോ ട്യൂട്ടോറിയൽ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വേറെ ഏത് ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ വന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. സോ അതും വാച്ച് ചെയ്യാം. ഓക്കെ. ഇതിന് പുറമെ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെബ് ഡെവലപ്മെന്റ് ഫോർ ബേബീസ് എന്നൊരു വീഡിയോ ഉണ്ട്, ഒരു 38 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട്. അതിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഫ്രണ്ട് എൻഡ് എന്താ, ബാക്ക് എൻഡ് എന്താ, ഫ്രെയിം വർക്ക് എന്തിനാ, മൊബൈൽ ആപ്പ് എന്താണ്, ഇതെന്താണ്, ഇതൊക്കെ എവിടെ കിടക്കുന്നത്, ക്ലൗഡ് സെർവർ എന്താണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഏതൊരു മനുഷ്യനും മനസ്സിലാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ അവരൊന്ന് വാച്ച് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ട്യൂട്ടോറിയൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പ്രയറായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. എന്തായാലും ഈ വീഡിയോയിൽ ഒരുപാട് കോഡ് ചെയ്യുന്ന കാര്യങ്ങളോട്ടൊന്നും പോവാത്തതുകൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഈ 3 സീരീസും ഈ 2 സീരീസും അതേപോലെ ആ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലിറ്റ് ചെയ്താലേ ഇവർക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതെന്താ ചെയ്യുന്നത്. കാരണം ഇനി നമ്മളത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ട്യൂട്ടോറിയൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ഇപ്പം ഈ പറയുന്ന ലിസ്റ്റും ഡിക്ഷണറിയും അല്ലെങ്കിൽ ഡെക്കറേറ്റീവ്സും ഒക്കെ ക്ലാസ്സും ഒക്കെ നമ്മൾ ഇതിനകത്ത് ചിലപ്പം കുറേ കോംപ്ലക്സ് ആയിട്ട് എഴുതേണ്ട ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയങ്ങളിൽ അവിടെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും അതെന്താണെന്നുള്ളത്. പക്ഷെ ആ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മനസ്സിലാക്കണമെങ്കിൽ ബേസിക്സ് കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ആർക്കും പഠിക്കാം, പക്ഷെ ഈ ഒരു കുറച്ച് സീരീസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത്രയും ബേസിക്സ് സെറ്റായി വന്നിട്ടുള്ള ഒരാൾക്ക് ഇനി ഇതിലൂടെ വരുമ്പോൾ ഇപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അതായത് ഇപ്പോൾ പൈത്തൺ ഓൾറെഡി ബേസിക്സ് പഠിച്ച്, ജാങ്കോ വെബ് ഡെവലപ്മെന്റിനാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ വെബ് ഡെവലപ്മെന്റ് സീരീസ് എങ്ങനെ പോകുന്നത്, അതായത് ആദ്യം നമ്മൾ എന്താ കവർ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ജാങ്കോയുടെ ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് എന്താണ് ഫ്രെയിം വർക്ക് എന്നുള്ള ലെവൽ തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുകയും പിന്നെ ഫൈനലി നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്യൂട്ടോറിയൽ കവർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു റിക്വയർമെൻറ്റ് ബേസ് ചെയ്ത് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അത് വെബ് ആപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് ഈ പറയുന്ന ഒരു ഷോപ്പിംഗ് കാർട്ട് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെബ് ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് ആവാം, സ്വന്തമായി ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ട്യൂട്ടോറിയൽ വഴി നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഒരിക്കലും നമ്മളൊരു ജാങ്കോയുടെ A to Z ആക്ടിവിറ്റി കവർ ചെയ്യാൻ ഉള്ളത് അല്ലെങ്കിൽ A to Z കാര്യങ്ങളാവില്ല നമ്മൾ കവർ ചെയ്യുന്നത്. പക്ഷെ ആ A to Z പഠിക്കാൻ അവരെ കേപ്പബിൾ ആക്കും. ഓക്കെ. അപ്പോൾ ബേസിക്സ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈത്തണിന്റെ ഫ്രെയിം വർക്ക് എന്തിനാന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഫ്രെയിം വർക്കിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക് 1-2 കാര്യങ്ങൾ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ഡാറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യണതാ, നമ്മൾ PostgreSQL യൂസ് ചെയ്യും. അതെ ജാങ്കോയുടെ അതെ ഇതിൽ ഏത് ORM എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. വേറെ ഏത് ഡാറ്റാബേസും മാറി ഉപയോഗിക്കാൻ നമ്മളത് MySQL വെച്ച് SQLite വെച്ചൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റും. അതൊക്കെ രതി സാർ പറയും, നമുക്ക് നോക്കാം വരുമ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഡാറ്റാബേസുകൾ ഡിഫറെന്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. എന്നാലും PostgreSQL വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ആ വലിയ പ്രോജക്റ്റ് അല്ല ഈ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ. അതെ, നമ്മൾ അതിൽ നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഒരു ഇ-കൊമേഴ്സ് ആപ്പ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊജക്റ്റ് വരെ ചെയ്യാൻ കേബിൾ ആക്കിയിട്ട് പിന്നെ ആ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ ഇ-കൊമേഴ്സ് ആപ്പിന് വേണ്ട പല കാര്യങ്ങളുണ്ടാവും. എങ്ങനെയാണ് ജാങ്കോയുടെ ഫ്രണ്ട് എൻഡിൽ ഇപ്പം നമ്മൾ ജാങ്കോ ഫ്രണ്ട് എൻഡ് ടെംപ്ലേറ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതുപോലെ ഡേറ്റാ ബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ORM കോൺസെപ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അതിൽ കോൺഫിഗറേഷൻസ് ഫയൽസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇമേജസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, സെക്ഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇങ്ങനെ നമുക്ക് ഈ ഇത് ശരിക്കും റസ്റ്റ് ഫ്രെയിം വർക്കാണ്. അത് ജാങ്കോ റസ്റ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന സെക്ഷനാണ് വരുന്നത്. നമ്മൾ ആദ്യം ഇ-കൊമേഴ്സ് ആപ്പ് ചെയ്തതിന് ശേഷം റസ്റ്റിലേക്ക് കിടക്കും. ശരിക്കും അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പം യൂസ് ചെയ്യണേ, അതായത് ഇപ്പം ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് എല്ലാം സൈറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ചെയ്യുന്നത് എന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ കവർ ചെയ്യുന്നത് ജാങ്കോ ടെംപ്ലേറ്റ്സ് ആണെങ്കിലും
നമ്മൾ ആ റെസ്റ്റും ഈ പറയുന്ന ഒരു ഫ്രണ്ട് എൻഡ് കമ്മ്യൂണിക്കേഷനോട് ചെയ്താലായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിതിൽ കവർ ചെയ്യണത്. അപ്പോൾ എന്തായാലും ജാങ്കോ പഠിക്കാൻ വന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു ട്യൂട്ടോറിയൽ സീരീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ രതീഷ് സാറൊക്കെ 10 വർഷത്തോളം എക്സ്പീരിയൻസും വേറൊരു സാറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ കുറേ ഇൻപുട്സുകൾ കിട്ടും. വേറെ ഒരു ട്യൂട്ടോറിയൽ നോക്കിയാലും ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള ഒരു പൈത്തൺ ജാങ്കോ സീരീസ് കിട്ടാത്തതിന് അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നാൽ ലൈറ്റായിട്ട് തന്നെ നിങ്ങളെ കൊണ്ടുപോയി നല്ല രീതിയിൽ വലിയൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി വേറെ കാര്യം ചോദിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിലിപ്പോൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കമ്പ്യൂട്ടർ ഇപ്പോൾ വിൻഡോസ് യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവർക്ക് ലിനക്സ് യൂസ് ചെയ്യാൻ പറ്റും, മാക് യൂസ് ചെയ്യാൻ പറ്റും, ഡൗട്ട് ഉണ്ടാവും. ഇവർക്ക് മൂന്നും യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏതും യൂസ് ചെയ്യാം. മൂന്നിൻ്റെയും ഇൻസ്റ്റാളേഷൻ വീഡിയോ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് വാച്ച് ചെയ്യുക, വേഗം ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ട് നമ്മളെ പാർട്ട് 2 വീഡിയോ മുതലായിരിക്കും നമ്മൾ എക്സാക്ട് ട്യൂട്ടോറിയലോട്ട് കിടക്കുക. അപ്പോൾ അപ്പോഴേക്കും നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മറ്റു കാര്യങ്ങളോടി എന്ത് ചെയ്യണം, ടോട്ടൽ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളോടി തീർത്ത് വെക്കണം. ഇനി ഞാൻ രതീഷ് സാറെ പരിചയപ്പെട്ട കുറച്ച് കാര്യം പറഞ്ഞുതരാം, പഴയ കഥകൾ. അപ്പോൾ രതീഷ് സാറ് നമ്മൾ പരിചയപ്പെടുന്നത് 2010-9 സമയത്ത് അല്ലേ? 2008 8 എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല. നീ അതിനിടയ്ക്ക് ഉറക്കിയാണ്. 2008 2010 സമയത്ത് ആയിരിക്കുന്നു. 2009-10 സമയത്ത് ഞാൻ പ്രൊജക്ട് ചെയ്യാൻ പോയ സമയത്താണ് രതീഷ് സാറെ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് പക്ഷെ ആൻഡ്രോയിഡോ ഇതൊന്നും ഇല്ല, അങ്ങനെയൊക്കെയുള്ള ജാവയുടെ ഒക്കെ കാലമാണ്. ജാവ ഡോട്ട്നെറ്റ് ഒക്കെ അരങ്ങ് വായിരിക്കുന്ന കാലം, അതൊരു PHP അരങ്ങ് വാഴുന്ന കാലം. ഓക്കെ, ജാവ അന്ന് JSP നമ്മൾ കൂടുതലും PHP ഉണ്ടായിരുന്നു. PHP ഭയങ്കരമായിട്ട് കമ്പനീസ് എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പണ്ട് ആ പ്രോജക്റ്റ് ചെയ്യാൻ പഠിക്കാൻ പോയ സമയത്ത് രതീഷ് സാർ നമ്മളോടൊരു കാര്യം പറഞ്ഞ്, അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സിസ്റ്റം ലെവൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടും ത്വരമുണ്ടോ, അന്ന് ഞാൻ ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു. ഒരു കൂട്ടം സപ്ലി വാരി കൂട്ടിയെങ്കിൽ ഞാൻ പ്രോജക്റ്റ് നന്നായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം. അപ്പൊ ഞാൻ രതീഷ് സാറോട് പറഞ്ഞേ, എന്താ പറയാ, ഇത് 3 കൂടി പറ്റണം, ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പഠിപ്പിച്ചേക്കണം, ഒരു പ്രോജക്റ്റും വേണം. സാറ് മൊത്തം നടക്കുന്നുള്ള അവസ്ഥയായിരുന്നു. അതെ, നമുക്ക് അതെല്ലാം നമുക്ക് അവന്റെ തലയിലിട്ടേക്കാൻ കേട്ടോ. അല്ല, അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവളെ പ്രോജക്റ്റ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രതീഷ് സാറിന്റെ ഗൈഡൻസിൽ നമ്മൾ അന്ന് ശരിക്കും ഞാൻ അന്നാണ് ജാവ പഠിക്കുന്നത്. ഞാൻ അതിന് മുന്നേ പക്ഷേ മിനി പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ പഠിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒന്നും സെറ്റ് ആയിട്ടില്ല. അതിന് മുന്നേ കോഴിക്കോട് ഞാൻ ട്രെയിനിങ് ഷൂട്ട് പോയിട്ട് ജാവ പഠിക്കാൻ, അന്ന് സെറ്റ് ആയിട്ടില്ല. ഓക്കെ, അന്ന് വന്നപ്പോൾ എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, അതെല്ലാം പറഞ്ഞിരുന്നു. മിനി പ്രോജക്റ്റ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ടെക്നോളജീസ് എല്ലാം പഠിക്കണം എന്നുള്ളൊരു ത്വരയുണ്ടായിരുന്നു. നിങ്ങൾ കോഡ് ചെയ്യണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളാം. ഒന്നും നമ്മളൊന്ന് ജസ്റ്റ് ടെക്നോളജീസ് ഒന്ന് ഗൈഡ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ചെയ്തേൻ പറഞ്ഞു. അത് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു. ആ ഒരു ആദ്യത്തെ ഊപ്സിന്റെ കോൺസെപ്റ്റ്സും ജാവയും കഴിഞ്ഞ് നിഖില് തന്നെയാണ് അന്ന് മൊത്തം ചെയ്യുകയൊക്കെ ചെയ്തത്. ടീമുണ്ട്, അല്ല എന്നാലും ആ ലീഡ് ചെയ്തത് നീ തന്നെയായിരുന്നു അന്ന്, ഞാൻ ഓർക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതൊരു വളരെ ഫിനിഷ്ഡ് ആയിട്ട് ചെയ്തിരുന്നു. അത് കാരണം ഞാൻ ആദ്യത്തെ ഒരു കുറച്ച് സെക്ഷൻ കഴിഞ്ഞ് പിന്നെ വേറെ ആളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ലാസ്റ്റ് പ്രോജക്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഓക്കെ, നമുക്ക് തന്നെ ഒരു ഇംപ്രസീവ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതില് നമ്മൾ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്താ പറയാ, ഒരു കോളേജൊക്കെ കഴിഞ്ഞ് കുറെ സപ്ലൈക്ക് വാരി കൂട്ടി ഒരു ജോലി കൂടി ഇല്ലാത്ത സമയത്ത് എനിക്ക് ഫസ്റ്റ് ജോലി തരുന്നത് രതീഷ് സാറാണ്. അതായത് ഞാൻ അങ്ങനെ സപ്ലൈ അടിച്ചിട്ട് ഈ കോളേജിലൊക്കെ പ്ലേസ്മെന്റ് ട്രെയിനിങ് ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇതൊന്നും കിട്ടൂല എന്നുള്ള ഒരു ഉറപ്പിൽ ഞാൻ അങ്ങനെ വെറുതെ നടക്കുകയാണ്. അപ്പോൾ രതീഷ് സാർ പെട്ടെന്ന് വിളിച്ചിട്ട് എന്നെ ചോദിച്ചു, നീ കോളേജ് കഴിഞ്ഞിട്ട് എന്താ പരിപാടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല, സപ്ലൈക്കുള്ളതുകൊണ്ട് കുറെ കാലമാണല്ലോ, എന്തായാലും പ്രത്യേകിച്ച് പണിയില്ലായിരുന്നു, നീ ഇങ്ങോട്ട് പോരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ പ്രൊജക്ട് സെന്ററിലോട്ട് അങ്ങനെ എനിക്ക് ജോലി ഓഫർ തരാണ് രതീഷ് സാർ ചെയ്യണം. പക്ഷെ ജോലി ഓഫറൊക്കെ കിട്ടി. ഞാൻ ആ ഒരു കമ്പനി പോയ സമയത്ത് രതീഷ് സാറും ഈ രാകേഷ് സാർ അവിടെ മുങ്ങിയാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഇവർക്ക് അവിടുന്ന് മുങ്ങാൻ വേണ്ടിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്. അതല്ല ബേസിക്കലി അന്നേരം അതൊരു കോൺട്രാക്ട് പോലെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ആ ടെക്നിക്കൽ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അറിയാവുന്ന റിസോഴ്സിനെ എത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വേണം അവിടെ റൺ ചെയ്യാൻ വേണ്ടി. അപ്പം ഓൾറെഡി വേറെ സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പം നിഖിൽ ആ സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ വന്ന് ജാവ പഠിച്ചു, JTM പഠിച്ചു, പിന്നെ എല്ലാത്തിനും ആളായല്ലോ ഒരാൾ തന്നെ. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നിഖിൽ വന്നാൽ റെഡി ആവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മളൊരിക്കലും അത്
ഇതിലേക്ക് ആക്കിയിട്ട് പോകാൻ പറ്റില്ല. എന്തായാലും ഞാൻ പറഞ്ഞേക്കാം. എന്നിട്ട് ഞാൻ ആ എന്തായാലും കോളേജൊക്കെ കഴിഞ്ഞ് സപ്ലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാം ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ഈ പ്രൊജക്ട് സെന്റർ ഒന്നും ഇവരാരും ഇല്ല. ഞാനടിച്ച് എന്തിരുന്നു, എന്നോട് ഭയങ്കര ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഫുൾ ഇംഗ്ലീഷിൽ ഒരു മാം വന്നിട്ട് എന്തൊക്കെയോ ചോദിച്ചു. ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താ, പോളിമോർഫിസം എന്താ, ഇൻഹെറിറ്റൻസ് എന്താ, ത്രെഡ് എന്താ, എന്തൊക്കെയാന്ന് ചോദിച്ചത്. എനിക്കൊരു വകയും അറിയില്ല. എനിക്കാണ് ഇംഗ്ലീഷിൽ മറുപടി അറിയാം. ഈസും പാസ് അറിയാത്ത എന്നോടാണ് ചോദിച്ചതെന്ന്. അപ്പൊ ഞാനിത് എവിടെ പറയണ്ടത്, എന്താ പറയേണ്ടത്, ഞാനാകെ എന്ത് ചെയ്ത് നാണം കിട്ടി അവിടെ നിന്ന് ഇറങ്ങി. എന്നോടൊന്നും ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോരാണ് ചെയ്തത്. പോന്നിട്ട് പിന്നെ രതീഷ് സാറെ വിളിച്ചു പറഞ്ഞ്, രതീഷ് സാറിനോട് എന്താ പറയാ, സാറേ ജോലി ഇല്ലല്ലോ, ജോലി തരാൻ വിളിച്ചു വരുത്തി. അപ്പോ എന്താ പറയുക, രതീഷ് സാറ് പിന്നെ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ, ഒരു മാനേജ്മെന്റ് കോട്ട് റെക്കമെൻഡേഷൻ നടത്തി വിളിച്ചു, നമ്മളൊരു ഉറപ്പ് കൊടുത്തു. അങ്ങനെ ഒരു എനിക്ക് 2500 രൂപയുടെ ജോലിയിലാണ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അതാണ് ശരിക്കും എന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവിടെ മുതലുള്ള ബന്ധമാണ് രതീഷ് സാറോട്. പിന്നെ രതീഷ് സാർ ഒരു കമ്പനി, സ്റ്റാർട്ടപ്പ് കമ്പനീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ എഡ്യൂക്കേഷൻ കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്നു, ട്രെയിനിങ് ഡിവിഷൻ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരുന്നു, പല പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പല പ്രോജക്റ്റുകളിലും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പലതിലും അസോസിയേറ്റ് ചെയ്തു. 10-13 വർഷത്തെ ഒരു ബന്ധമാണ്. പിന്നെ നമ്മളൊരു പേഴ്സണൽ റിലേഷൻ അവിടെ നിന്ന് ബിൽഡായി. അതന്നെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ രതീഷ് സാറ് കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്നത്, സാറും വീഡിയോസൊക്കെ ഞാൻ കുറേ ദിവസമായി ചോദിക്കുന്നു, അപ്പോൾ സാറിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ. രതീഷ് സാറിനെ കുറിച്ച് ഫ്രീ ടൈം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ എന്ത് ചെയ്ത് ജാങ്കോ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതേപോലെ ഉള്ള വേറെ കാര്യം എന്താ വെച്ചാല്, വേറെ പല ഫീൽഡ് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് പൈത്തൺ ലാംഗ്വേജിലൊന്ന് യൂസ്ഡ് ആവാന്നുള്ളതാണ്. ഇപ്പോൾ മെഷീൻ ലേണിങ്ങിലോട്ട് നാളെ കിടക്കേണ്ട ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഡാറ്റാ സയൻസിലോട്ട് കിടക്കേണ്ട ആൾക്കാരുണ്ടാവും. പൈത്തൺ വെച്ചിട്ട് പല ഈവൻ എംബെഡഡ് സിസ്റ്റത്തിൽ വരെ പൈത്തൺ യൂസ് ചെയ്യുന്നത് പല ഭാഗത്തായിട്ട് പൈത്തൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പൈത്തൺ ഉള്ള ലാംഗ്വേജ് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇപ്പോൾ ഈവൻ വെബ് ഡെവലപ്മെന്റ് വിട്ടിട്ട് നാളെ അതിന് മുകളിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്, അപ്ലൈ ചെയ്യാൻ പറ്റും പൈത്തൺ. അപ്പൊ പൈത്തൺ ജാങ്കോ പഠിക്കുക എന്നുള്ളത് ഇങ്ങനെ ഇത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നല്ലതാണ്. ഒരു വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് കയ്യിലുള്ളത് വെച്ചാൽ അപ്പം ഇപ്പൊ ഇവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം, ലാംഗ്വേജും ഉണ്ട്, ഡൊമൈനും ഉണ്ട്. അതൊരു ലാംഗ്വേജ് നമ്മുടെ ആ ഡൊമൈനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് വരുന്നത്. ഇപ്പം അത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വെബ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഫ്രെയിം വർക്ക് പഠിക്കുന്ന സമയത്ത് അതിനൊപ്പം നമ്മൾ ഈ വെബിൽ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ ആ കാര്യങ്ങൾക്കും ഒരേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്താണ് പല അറ്റാക്കുകൾ, അല്ലെങ്കിൽ സെക്യൂരിറ്റി ലെവൽ എങ്ങനെയാണ്, ഫോമിലൂടെ ഡേറ്റ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡേറ്റ എക്സ്ചേഞ്ചിനിടയ്ക്ക് നടത്തേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതേ സാധനം ഈ പ്ലാറ്റ്ഫോമിൽ ഇത് വർക്ക് ചെയ്ത ഒരാൾക്ക് വെബിൽ ചിലപ്പോൾ വേറൊരു ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്താലും ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ പറ്റും. അറിയാലോ, വളരെ ഈസി ആയിട്ട്. ചിലപ്പോൾ ഞാൻ ജാവയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. PHP ഉപയോഗിച്ചിട്ടുണ്ട്, ലറാവൽ ഫ്രെയിം വർക്കിൽ വന്നിട്ടുണ്ട്, പൈത്തൺ വന്നിട്ടുണ്ട്, C വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ ലാംഗ്വേജ് വലിയ മാറ്റർ അല്ല. നമുക്ക് വേണ്ടത് ആ പ്ലാറ്റ്ഫോം എന്താണ്. പിന്നെ ഈ കോൺസെപ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഊപ്സിൻ്റെ ആണെങ്കിൽ ഡാറ്റ സ്ട്രക്ചർ, എൻ്റെ കാര്യങ്ങൾ, അൽഗോരിതംസ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ആവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പൈത്തൺ തന്നെ ഇപ്പോൾ വെബിൽ വർക്ക് ചെയ്ത ഒരാൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആ സൈഡിലേക്ക് മാറുമ്പോൾ അവർക്ക് നോളജ് വേണ്ടത് മെഷീൻ ലേണിങ്ങിനെ പറ്റി തന്നെയാണ്. അവർക്ക് പക്ഷേ ആ പൈത്തൺ വീണ്ടും അവർ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പൈത്തൺ മാറ്റമൊന്നും ഉണ്ടാവില്ല. വന്നിരിക്കുന്നത് പൈത്തൺ മെഷീൻ ലേണിങ്ങിന് വേണ്ടി തന്നിരിക്കുന്ന കുറേ മൊഡ്യൂൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫ്രെയിം വർക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അത് മനസ്സിലാക്കിയാൽ മതി. കാരണം അവർ ഫംഗ്ഷൻ കോൾ സെയിം ആയിരിക്കും, ഡെക്കറേറ്റർ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ പൈത്തൺ എന്തൊക്കെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചു അതെല്ലാം തന്നെ ആയിരിക്കും. അവർ മെഷീൻ ലേണിംഗ് എന്നുള്ള പ്ലാറ്റ്ഫോം എന്താണ്, അല്ലെങ്കിൽ അതെന്താണ്, അല്ലെങ്കിൽ ആ ഒരു മോഡലുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതെന്താണ്, അതിൻ്റെ പിന്നിലുള്ള സ്ട്രാറ്റജികളാണ് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും. ഇനി വേറെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ പൈത്തൺ ജാങ്കോ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പൈത്തൺ ജാങ്കോ അല്ലാതെ വേറെ പൈത്തന്റെ ഫ്ലാസ്ക് ഉണ്ട്. അപ്പൊ എനിക്കുള്ള സംശയം എന്താ വെച്ചാൽ, പലർക്കുള്ള സംശയമാണ് ഈ ജാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം വർക്ക് എന്താണ് ശരിക്കും, എന്തിനാണ്, അല്ലെങ്കിൽ ഫ്രെയിം വർക്കിന്റെ ആവശ്യം എന്താണ് എന്നുള്ള സംശയം ഉണ്ട് ആൾക്കാർ. ഓക്കെ, ഫ്രെയിം വർക്കിൻ്റെ നീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഫ്രെയിം വർക്ക് ഇല്ലാതെ വർക്ക് ചെയ്ത ഒരാൾക്ക് വളരെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവും എന്തിനാണ് ഫ്രെയിം വർക്ക് എന്ന്. നമ്മളിപ്പോൾ എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ റീഡബിലിറ്റി ഫാസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ലെവൽ, പിന്നെ എന്താ പറയുക സ്കേലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് അഷ്വർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധനം
പല രീതിയിൽ എവിടെയൊക്കെ, അതായത് നമ്മൾ എഴുതുന്ന ഫയലുകൾ എങ്ങനെ ഏതൊക്കെ ഫോൾഡറുകളിലാക്കി വെക്കണം, അല്ലെങ്കിൽ എങ്ങനെ മൊഡ്യൂളായിട്ട് ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ആർക്കിടെക്ചർ പാറ്റേണുകൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഓരോ തവണയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ പ്രോഗ്രാമർ ആയിരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ടീം ആയിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ടീമിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഉണ്ടാവാം. പിന്നെ രണ്ടാമത് ആ പാറ്റേൺ ചിലപ്പോൾ വേറൊരാളിലേക്ക് എത്തിക്കാനുള്ള പ്രശ്നം വരാം. ചിലപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് അഷർ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം വർക്ക് എന്നുള്ള ടൈം കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഫ്രെയിം പ്ലസ് വർക്ക്. ഒരു ഫ്രെയിമിനുള്ളിൽ വർക്ക് ചെയ്യുക. എന്താണ് ഫ്രെയിമിനുള്ളിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ട് എക്സാക്ട്ലി. അതായത് ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫ്രം ദ സ്ക്രാച്ചിൽ നിന്നല്ല. ആ പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന്റെ ആ പ്രോജക്റ്റിന്റെ ഓരോ സംഗതിയും എവിടെയാണ് ചെയ്യേണ്ടത് അവർ ഡിഫൈൻ ആയിരിക്കണം. പിന്നെ അതെല്ലാം കാര്യങ്ങൾ അതിലുണ്ടാവും. നമ്മൾ പാടില്ല. അതായത് ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറയുക, ഫോട്ടോയുടെ ഒരു ഫ്രെയിം പറയുന്നല്ലോ. കാരണം ഈ ഒരു ഫ്രെയിമിനകത്ത് വേറെ ഒന്നും കൊണ്ടൊന്നും കുത്തിക്കയറ്റാൻ പറ്റില്ല. ആ ഫ്രെയിമിനുള്ളിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഓൾറെഡി ഈ ഒരു ഫ്രെയിം തന്നു. അതേപോലെ തന്നെ നമ്മളൊരു പ്രൊജക്റ്റ്, ഇപ്പോൾ ലൈബ്രറി പലരും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് ലൈബ്രറീസും ഫ്രെയിം വർക്കും തമ്മിലുള്ള വ്യത്യാസം. ലൈബ്രറീസ് എന്ന് വെച്ചാൽ കുറച്ചൊരു മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ്, അതിന്റെ ഗ്രൂപ്പ് മാത്രം, അത് നമുക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതെങ്ങനെ യൂസ് ചെയ്യണോ എങ്ങനെ യൂസ് ചെയ്യേണ്ട എന്നുള്ളതൊന്നുമില്ല, നമുക്കത് ഉപയോഗിക്കാം. ഫ്രെയിം വർക്ക് അതെ, ഫ്രെയിം വർക്ക് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുറേ വീടുകൾ പണിതിരിക്കുന്നു. ആ വീടുകൾ പണിയുമ്പോഴത്തേക്ക് ഒരു വില്ല പ്രൊജക്റ്റാണ് വരുന്നത്. അതിൽ കുറേ വീടുകളുണ്ട്, ഏതെങ്കിലും ബ്രാൻഡഡ് വില്ല. അവർ ചിലപ്പോൾ ഒരേ സ്കെൽട്ടണിൽ കുറേ വീട് പണിതിട്ടുണ്ടാവും. എന്നിട്ട് ആളുകളോട് പറയും, നിങ്ങൾ അതിൻ്റെ പുറത്ത് എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തു, പക്ഷേ ആ സ്കെൽട്ടൺ അത് തന്നെ ആയിരിക്കണം എന്ന് പറയുക. അതേ രീതിയിലാണ്. അതായത് അവർ അഷർ ചെയ്യേണ്ട കുറച്ച് വ്യൂ ഉണ്ടാവും, അല്ലെ കാര്യങ്ങളുണ്ടാവും, അതെല്ലാം ഈ സ്കെൽട്ടണിൽ ഇട്ടിട്ടുണ്ടാവും. നമ്മളൊരു ഫ്രെയിം വർക്ക് ചെയ്യും നമുക്ക് ആദ്യം തന്നെ ആ സ്കെൽട്ടൺ കിട്ടി. ഈ സ്കെൽട്ടനകത്ത് മാത്രമല്ല, അതിൽ ചിലപ്പം സെക്യൂരിറ്റി, ചിലപ്പം മെയിനായിട്ട് വരുന്ന ഒരു വെബ് ആപ്ലിക്കേഷനിൽ നമ്മൾ മെയിനായിട്ടും വരാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. സെഷൻ മാനേജ് ചെയ്യുന്ന, ഓത്തറൈസേഷൻ, അങ്ങനെ കുറേ ഫീച്ചറുകളുണ്ടാവും. ഇതെല്ലാം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനുകളും ഈ ഫ്രെയിം വർക്കിനൊപ്പം ഉണ്ടാവും. ഫ്രെയിം വർക്കിൽ ഓഫ് കോഴ്സ് ലൈബ്രറി ഉണ്ടാവും. അതായത് ആ ഫ്രെയിം വർക്ക് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ലൈബ്രറി ഫയൽസും എല്ലാം ഉണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ഫ്രെയിം വർക്കിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന റൂൾസ് ഉണ്ടാവും, പാറ്റേണുകൾ ഉണ്ടാവും. അതിൻ്റെ ഏതാണോ, ഏത് ആർക്കിടെക്ചർ പാറ്റേൺ ആണോ ഫോളോ ചെയ്യേണ്ടത്, അതെല്ലാം ഈ ഫ്രെയിം വർക്കിന്റെ ഒപ്പം തന്നെ ആയിരിക്കും വരുന്നത്. ശരിക്കും അപ്പോൾ പലർക്കും പേടിയുണ്ട്, ആ ഫ്രെയിം വർക്ക് പഠിക്കണമെന്ന്. ശരിക്കും ഫ്രെയിം വർക്ക് എളുപ്പമാണ്. ഫ്രെയിം വർക്ക് ഈസിയാണ്. കാരണം നമ്മൾ അതിന്റെ മറ്റു ബാധ്യതകളെ പറ്റി, അതായത് ഒരു കോഡ് ചെയ്യുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്നാണെന്നറിയോ, എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളിത് ഈ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഔട്ട്പുട്ട്, നമ്മൾ എപ്പോഴും കോഡ് പഠിക്കുന്ന സമയത്ത് എല്ലാവരും അല്ലെങ്കിൽ കോളേജുകളിൽ ലാബിൽ ചെയ്യുമ്പോഴേക്ക് ഔട്ട്പുട്ട് ആയിരിക്കും മെയിൻ ചെയ്യുന്നത്. എന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ ആ ഒരു രീതി മാറും. ഔട്ട്പുട്ട് അല്ല കാര്യം, ഔട്ട്പുട്ടിൽ ഉപരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റീഡബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ചെയ്യുന്ന കോഡിൻ്റെ റീഡബിലിറ്റി, സെക്യൂരിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ സ്കേലബിലിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അത് പക്ഷേ ഇപ്പം ഇവർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. ഈവൻ ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പം ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ചിലപ്പോൾ ചില സൈറ്റുകൾ അല്ലെങ്കിൽ ഒരു വളരെ പീക്കായിട്ടുള്ള ടൈമിൽ എടുത്ത് നോക്കുമ്പോൾ ആളുകൾക്ക് മടുപ്പ് വരും, അവരത് ദേഷ്യപ്പെടും. ചിലപ്പോൾ അതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ തന്നെ ഇതെന്ത് കോംപ്ലക്സ് ആപ്ലിക്കേഷൻ ആണെന്ന് തോന്നുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ ഡെവലപ്പ് ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളായിരിക്കും. ചിലത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ കേസിൽ മാത്രമല്ല, നാച്ചുറലി സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും, ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആയിക്കോട്ടെ, എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും അതിനൊക്കെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിൻ്റെ സ്കെയിൽ, അത് പിന്നീട് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പല. ഇപ്പോൾ ഒരു വീട് പണിതു, ചിലപ്പോൾ ഒരു വീട് പണിതിട്ട് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ പിന്നീട് വന്ന് കാണുമ്പോഴത്തേക്ക് ആളുകൾ പറയും, ഇവിടെ റൂം ഇങ്ങനെ പണിയാൻ പറ്റില്ല. കാരണം അതിനൊരു വിഷൻ ഉണ്ട്, നാളെ ഇത് പണിയുമ്പോൾ ഇതിന് മേളിൽ ഒരു ഫ്ലോറൂടെ പണിയണം, അല്ലെങ്കിൽ അങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റണം എന്നുള്ള. ഇപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഈ പറയുന്ന ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഈ ആപ്ലിക്കേഷൻ അത് എൻഡായിട്ടില്ല. ഇതൊരു സാധനം അവർ സ്റ്റാർട്ട് ചെയ്തു, അതിങ്ങനെ സ്കെയിൽ ചെയ്യുന്നുണ്ടാവും, അത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോവാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ അങ്ങനെയാണ് അത് ഉണ്ടാകണം. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് തുടങ്ങണം. ഇപ്പോൾ പിന്നെ അത് ചെയ്യുമ്പോൾ തന്നെ ബോധം വേണം. പിന്നെ അതിൽ റീഡബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം, റീഡബിലിറ്റിക്ക് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഇലക്ട്രിക് ഒരു വയറിംഗ് ചെയ്യുന്ന സമയത്ത് കളർ യൂസ് ചെയ്യണം. ആക്ച്വലി പോസിറ്റീവ് നെഗറ്റീവും അതിന് റെഡും ഗ്രീനും വെച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഏത് വെച്ചാലും കറണ്ട് പാസ് ചെയ്യും, വർക്ക് ചെയ്യും. പക്ഷെ നാളെ ഒരാൾ വന്നിട്ട്
പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളൊരു സംശയം വരുമല്ലോ. മനസ്സിലാവും. അതിനാണ് ചില നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഡയഗ്രം ചിലപ്പോൾ അവിടെ ഒട്ടിച്ചു വെക്കും, എഴുതി വെക്കും. അവിടെയാണ് പ്രൊഫഷണലും അമച്വറും എന്നുള്ള വ്യത്യാസം. നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അമച്വറായി ചെയ്യുന്ന ആളുകൾ വരുമ്പോൾ വലിച്ചു വാരിച്ച് കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, പിന്നെ കുത്തിപ്പൊളിക്കേണ്ടി വരും. അല്ല, അവർക്ക് ആ ഡയഗ്രം ഇല്ല. ഈ ഡയഗ്രം എന്തിനാണ് ആവശ്യമില്ലാത്തതെന്ന് പലതും കരുതും. പക്ഷെ അതാണ് ഒരു പ്രൊഫഷണൽ വേ. അതായത് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഈവൻ ATM ആയിക്കോട്ടെ അല്ലെങ്കിൽ പല കാര്യങ്ങളും ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഒരു പ്രൊജക്ട് ഫിനിഷ് ആവുന്ന അവിടെയാണ്. അപ്പോൾ അതിനകത്തുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനെപ്പോഴും വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് റീഡബിലിറ്റിക്കാണ്. അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും സെക്യൂരിറ്റി ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും റീഡബിൾ ആയിരിക്കുക, കോഡ് റീഡബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലരും പല പറയാറുണ്ട് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീഡബിൾ ആണെങ്കിൽ നാളെ ഈ പെർഫോമൻസും സെക്യൂരിറ്റി അറിയാവുന്ന ഒരുത്തം വന്ന് തിരുത്തിക്കോളും. റീഡബിൾ അല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. അതാണ് എപ്പോഴും റീഡബിലിറ്റി ഭയങ്കര മനസ്സിലാവുന്ന രീതിയിൽ പേര് എഴുതുക, ഫംഗ്ഷന്റെ പേര് എഴുതുമ്പോൾ, ക്ലാസിന്റെ പേര് എഴുതുമ്പോൾ ഇതൊക്കെ നാളെ വേറൊരുത്തരം കണ്ടാലും മനസ്സിലാവണം എന്നുള്ള ബോധ്യം കാണും. അതേപോലെ അതിന് പ്രോപ്പറായിട്ട് കമന്റ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ മുകളിൽ എഴുതി വെക്കുന്ന ഫംഗ്ഷൻ ഇതിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. വളരെ ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം എന്നാ പറയുക, ഇത് ഏറ്റവും എളുപ്പമുള്ള ലേണിങ്ങിനേക്കാളും ഏറ്റവും ഡിഫിക്കൽട്ടാണ് അൺലേൺ. നമ്മളൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആരാണെങ്കിലും നമ്മളൊക്കെ ഒത്തിരി ബാഡ് ഹാബിറ്റ്സ് വന്നിട്ടുണ്ട്. അത് നമ്മൾ തുടക്കത്തിൽ ഇപ്പം ഇവർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇവർ എന്ന് വെച്ചാൽ ഇവർക്കെന്ന് ഞാൻ പറയുന്നത് ഇപ്പം ഇതിനകത്ത് പഠിക്കാൻ വരുന്നവർക്ക് വളരെ ബേസിക് ആയിട്ട് അറിയാവുന്നവർക്ക് ചിലപ്പം കുറെ കൂടെ എളുപ്പമായിരിക്കും. കാരണം അവർക്ക് ബ്ലാങ്ക് ആണ്. ഈ ബ്ലാങ്കിനകത്ത് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊരു ശീലമാക്കാണ്. അതായത് ഇത് ഒരു കോഡിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലാംഗ്വേജ് പഠിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങൾ ഇനിയും പുതിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെയറുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ നമ്മൾ ഒത്തിരി വെള്ളികളുണ്ട് പറയുന്നതിനിടയ്ക്ക്. ഞങ്ങൾ കോട്ടയത്തിലാണെങ്കിൽ മറ്റേ ബായും ഒക്കെ എപ്പോഴും മാറ്റി പറയും. പക്ഷെ ഇതൊരു ശീലമാണ്. ഈ ശീലം നമുക്ക് മാറ്റാൻ ഭയങ്കര പാടാണ്. അതേ സാധനം തന്നെയാണ് പ്രോഗ്രാമിങ്ങിലും നമ്മൾ ഉണ്ടാക്കുന്ന ഹാബിറ്റുകളാണ് ഇതെല്ലാം. ഈ ഫ്രെയിം വർക്കിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഫ്രെയിം വർക്ക് ബേസിക്കലി ഈ കുറേയുള്ള ബാധ്യതകളും ഹെഡേക്കുകളും എല്ലാം ഒഴിവാക്കി നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി, ഞങ്ങളൊരു സാധനം ചെയ്തു തന്നിട്ടുണ്ട്. അതാണ് ഫ്രെയിം വർക്കിൽ വരുന്നത്. ഫ്രെയിം വർക്ക് ലൈബ്രറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ. ആ മൊഡ്യൂളുകൾ വെച്ച് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. പ്രൊജക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പ്രൊജക്റ്റിൽ എന്ത് ഇവിടെ വേണം എന്നുള്ളത്. ഫ്രെയിം വർക്ക് നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്യുന്നിടം ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഒരു ലൈൻ ഓഫ് കോഡ് പോലും എഴുതാതെ നമുക്ക് ഉണ്ട്. ആ ആപ്ലിക്കേഷന്റെ പുറത്ത് നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി അതാണ് ഫ്രെയിം വർക്ക്. അപ്പോൾ പൈത്തൺ വിത്ത് ജാങ്കോ ഫ്രെയിം വർക്ക് വെബ് ഡെവലപ്മെന്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ജാങ്കോ ഫ്രെയിം വർക്ക് എന്താണെന്ന് ഏകദേശം മനസ്സിലായി. ഇൻസ്റ്റാളേഷൻ ഒരു കംപ്ലീറ്റ് ചെയ്യട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ജാങ്കോ എന്താണെന്നുള്ള കാണിച്ചു കൊടുക്കണം. ഈ സ്ട്രക്ചർ ഒക്കെ നമ്മൾ തുടങ്ങാം നമുക്ക്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി എടുക്കി പറഞ്ഞ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കി. അതൊന്നും പഠിക്കാതെ വന്നിരുന്നാൽ അടുത്ത വീഡിയോ നോക്കിയിട്ട് ഒന്നും മനസ്സിലായി. അപ്പം എനിക്ക് തോന്നുന്നു ഇതെടുത്ത് സാധനം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നും. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ എനിക്ക് ബേസ് അറിഞ്ഞിട്ടാണ്. സ്വയം ചിന്തിക്കുക. ഈ ബേസ് അറിയാതെ നേരെ ഫ്രെയിം വർക്ക് വന്നിരിക്കും, ഫ്രെയിം വർക്ക് പഠിക്കണം, ഞാൻ നേരെ പ്രൊജക്റ്റ് കയറാൻ പോവാണ് എന്നുള്ള ചിന്തിക്കാണ്ടിരിക്കുക. അത് ഭയങ്കര ബുൾഷിറ്റാണ്. നിങ്ങൾ വേഗം എന്ത് ചെയ്യണം, നേരെ വന്ന് ബേസിക്സ് സെറ്റാക്കുക. ഞാൻ പറഞ്ഞ 3-4 സംഭവങ്ങളുണ്ട്. അതിൻ്റെ ലിങ്കുകളെല്ലാം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ സ്പെസിഫൈഡ് എഴുതിയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇൻസ്റ്റാളേഷൻ്റെ 3 വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ ഈ ചാനലിലായിരിക്കും. ഇല്ല, നമ്മളെ തന്നെ പ്രോട്ടോടൈപ്പ് ട്യൂട്ടോറിയൽ മലയാളം എന്നുള്ള വേറൊരു ചാനലും കൂടെ ഉണ്ട്. അവിടെ ആയിരിക്കും ബാക്കി പാർട്ട് 2 എന്നുള്ള വീഡിയോസ് റിലീസ് ചെയ്യുക. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്ത് പറയാൻ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു കാര്യങ്ങൾ പൈത്തൺ റെഫർ ചെയ്യുക. ബാക്കി ബേസിക് കോഡിംഗ്, വെബ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെന്റ് ഫുൾ ബേബീസ്, ഈ 4 കാര്യങ്ങളും സെറ്റ് ആക്കി എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം മുതൽ എക്സാക്ട് കോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ ചെയ്ത് വെച്ചോ, നേരെ വന്ന് തുടങ്ങാൻ പോവാണ്. ജാങ്കോ പെട്ടെന്ന് സെറ്റ് ആക്കി തരാം. ഒരു 5-6 വീഡിയോ ഉണ്ട് നമ്മൾ ജാങ്കോ വെച്ചിട്ട് സാധനം അപ്ലിക്കേഷൻ ഉണ്ടാകും. എന്നാ ശരി, എന്നാ ശരിക്കും ഇതറിയോ? പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഉറപ്പാണല്ലേ? ഇത് നമുക്ക് നോക്കാം.